ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ട്. ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ മകനും ആക്രമണത്തിൽ മരിച്ചു. ഹമാസിന്റെ ഉന്നത രാഷ്ട്രീയ നേതാക്കളെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം. ഇസ്രായേലിലെ വ്യോമാക്രമണം മുൻകൂട്ടി അറിയിച്ചുവെന്ന അമേരിക്കയുടെ വാദം ഖത്തർ തള്ളി. ആക്രമണത്തിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തി. വിവരങ്ങളുമായി ഉമൈബാൻ ഇബ്രാഹിം ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഉമൈബാൻ, അപ്രതീക്ഷിതമായിരുന്നു ഇങ്ങനെയൊരു ആക്രമണം. ശക്തമായ ഭാഷയിൽ ഖത്തർ അതിനെ അപലപിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ലോകരാഷ്ട്രങ്ങളും അപലപിക്കുന്നു. ഇന്ത്യ ഞെട്ടൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ആശങ്ക അറിയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സംഘർഷ സാഹചര്യം മുന്നോട്ട് പോകുന്നത്? മധു, ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ കൊല ചെയ്യപ്പെട്ടവരിൽ 6 പേർ, അതിൽ 5 പേർ ഹമാസ് നേതാക്കളാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതിൽ 6 പേരിൽ ഒരാൾ ഖത്തറിലെ സുരക്ഷാ ഉദ്യോഗസ്ഥനുമാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ആദ്യം തന്നെ ഈ 6 പേരുടെ കൊലപാതകം സ്ഥിരീകരിച്ചപ്പോൾ ഹമാസ് പറഞ്ഞിരുന്നു തങ്ങളുടെ നേതാക്കൾ ആരും കൊല ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഇസ്രയേൽ ലക്ഷ്യം വെച്ച ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത തലവനായിട്ടുള്ള ഖലീൽ അൽ ഹയ്യ, അദ്ദേഹത്തിന്റെ മകൻ ഈ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു എന്നുള്ള വിവരം, അങ്ങനെ ഖലീൽ അൽ ഹയ്യയുടെ മകൻ ഉൾപ്പെടെ 5 പേർ ഹമാസ് നേതാക്കൾ കൊല ചെയ്യപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഹമാസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. വലിയ തോതിലുള്ള ലോകത്തെ തന്നെ വിറപ്പിച്ച ഒരു വലിയ ആക്രമണമാണ് ഇന്നലെ ഇസ്രായേൽ നടത്തിയത്. ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലേക്ക് എങ്ങനെ ഈ ഒരു ആക്രമണം നടത്തി, ഇതിൽ അമേരിക്കയുടെ അറിവുണ്ടായിരുന്നു എന്നുള്ള വാദങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഇതിനിടെ വൈറ്റ് ഹൗസിലെ ഒരു ഉന്നത നേതാവ് തന്നെ പറയുന്നു അമേരിക്ക ഈ ആക്രമണത്തെക്കുറിച്ച് മുൻകൂട്ടി ഖത്തറിനെ അറിയിച്ചു എന്നുള്ള വിവരം. പക്ഷേ ഖത്തർ പറയുന്നു അങ്ങനെ യാതൊരു വിവരവും തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ ഹമാസിനെ ഉന്നമിട്ട് നടത്തുന്ന ഈ ആക്രമണം പക്ഷേ ഖത്തറിന്റെ പരമാധികാരത്തിൽ തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ, ഖത്തർ ഉൾപ്പെട്ട എല്ലാ രാജ്യവും ഇതിനെ അപലപിച്ചിരിക്കുന്നു, ഇന്ത്യയും അപലപിച്ചിരിക്കുന്നു. പക്ഷേ ഈ ഹമാസിന്റെ നേതൃത്വത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത്. ഇത് ബെഞ്ചമിൻ നെതന്യാഹു ഈ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ജെറുസലേമിൽ 6 പേരുടെ മരണത്തിനിടയാക്കിയ ഹമാസിന്റെ ആക്രമണം, അതുകൊണ്ട് തന്നെ ഹമാസിനെ ഇല്ലാതാക്കുക, അവർ ഏത് രാജ്യത്താണെങ്കിലും അവരെ ഇല്ലാതാക്കുക എന്ന ശ്രമങ്ങളുമായിട്ടാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഖത്തറിന്റെ നേതൃത്വത്തിൽ ദോഹയിൽ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. എല്ലാ സമാധാന ശ്രമങ്ങളെയും അസ്തമിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആക്രമണം, അതിനെ ഖത്തർ ഭീരുത്വം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ ഒരു വലിയ സന്ദേശം കൂടിയാണ് കൊടുക്കുന്നത്. അതായത് ഹമാസിനെ അനുകൂലിക്കുകയോ ഹമാസിന് ഇടം കൊടുക്കുകയോ ചെയ്യുന്ന ഏതു രാജ്യങ്ങളെയും, ഏത് നിയമം ലംഘിച്ചിട്ടാണെങ്കിലും, ഏത് പരമാധികാര പ്രവിശ്യയാണെങ്കിലും അവിടേക്ക് കടന്നുള്ള ആക്രമണം ഉണ്ടാകും എന്ന ഒരു സന്ദേശമാണ് ഇസ്രായേൽ കൊടുക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെ. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് തുടരുന്ന ഈ ഒക്ടോബർ 7-ന് ഇസ്രായേൽ നടത്തുന്ന ഹമാസിന്റെ ആ വലിയ ആക്രമണത്തിന് ശേഷം നടത്തിവരുന്ന ഗാസയിലുടനീളം നടത്തുന്ന വലിയ ആക്രമണങ്ങൾ. പക്ഷേ അതിന് ഒരു മധ്യസ്ഥ ശ്രമം നടക്കുന്ന ഘട്ടത്തിൽ ഈ ഖത്തറും ഈജിപ്തും ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഇക്കാര്യത്തിൽ ഒരു മധ്യസ്ഥ ശ്രമം, ഒരു വെടിനിർത്തൽ കരാർ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് അതിന് ഹമാസ് അനുകൂല നിലപാടെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വലിയൊരു ആക്രമണം ഈ ഖത്തറിൽ ഈ ഹമാസിന് നേരെ നടത്തുന്നത് എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഖലീൽ അൽ ഹയ്യ അദ്ദേഹം ഖത്തറിലുണ്ട് എന്നറിഞ്ഞിട്ട് ഈ വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള സമാധാന ചർച്ചകൾക്ക് വേണ്ടിയിട്ട് മുൻകൈ എടുക്കുന്ന മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നേതൃത്വം നൽകുന്ന ഒരാളാണ് ഈ ഖലീൽ അൽ ഹയ്യ. പക്ഷേ ഒരു തരത്തിലും ഇസ്രായേൽ ഈ അനുകൂല നിലപാട്, ഈ സമാധാന ശ്രമങ്ങൾക്കുള്ള അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മധു, അപ്പോൾ ഖത്തറിൽ ഈ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഹമാസിന്റെ നേതാക്കൾ ഉൾപ്പെടെ എത്തിയിരിക്കുന്നത് എന്നുള്ള വിവരം കിട്ടുന്നു. ഇതിൽ സ്ഥിരീകരിക്കാത്ത ഒരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട് മധു. അതായത് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ നിർദ്ദേശപ്രകാരമാണ്, വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ഹമാസിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നുള്ളത് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. കാരണം ഖത്തറിനെയല്ല തങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്, ഹമാസിന്റെ നേതാക്കൾ എത്തിയിരിക്കുന്ന, അവർ അവിടെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വേണ്ടി എത്തിയിരിക്കുന്ന കെട്ടിടം മാത്രമാണ് തങ്ങൾ ലക്ഷ്യം വെച്ചത് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. പൂർണ്ണമായും ഹമാസിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ അമേരിക്ക എടുക്കുന്ന സ്റ്റാൻഡ് എന്താണ് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകമാകുക. മാധു.